മക്കളെ, സ്നേഹാമസാണ് ഹിന്ദിയാണ് എടുക്കുന്നത്. വരും നമുക്ക് കുറച്ചേരം ഹിന്ദി പഠിക്കാം. അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററും അതിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനുമായിട്ടാണ് മിസ് വന്നിട്ടുള്ളത്. അപ്പൊ നമ്മുടെ ലാസ്റ്റത്തെ ഒരു ചാപ്റ്റർ ഉണ്ടായിരുന്നു, ഏതായിരുന്നു? ഹാത്തിയോം കി റഹ് ഗുസർ എന്ന് പറയുന്ന ഒരു പാഠം അല്ലെ. ആ പാഠം നന്നായിട്ട് എന്ത് ചെയ്യണം, എന്റെ മക്കൾ പഠിച്ചിട്ടുണ്ടാവണം. കാരണം എന്താണ്, നമ്മുടെ ലാസ്റ്റ് ചാപ്റ്റർ ആയതുകൊണ്ട് തന്നെ അതിൽ നിന്ന് നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ വേണ്ടി ചാൻസ് ഉണ്ട് അല്ലെ. അപ്പൊ നമുക്ക് എന്തായിരുന്നു അത് പറയുന്നുണ്ടായിരുന്നേ? കുറെ ആനകളെ കുറിച്ചിട്ട് പറയുന്ന ഒരു പാഠമായിരുന്നു അല്ലെ. ആനയെ കുറിച്ച് മാത്രമല്ല പറയുന്നത്, പക്ഷെ എന്താണ് അത്, എന്താണ് ഇതിന്റെ ഉള്ളിൽ, എന്താണ് നമ്മുടെ ഈ ഒരു ആന റോഡ് ക്രോസ് ചെയ്യുമ്പോൾ ഉള്ള പ്രശ്നങ്ങളെ കുറിച്ചിട്ടും അത് കാണാനുള്ള ഭംഗിയും അങ്ങനത്തെ കുറെ കാര്യങ്ങളായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ആനക്കൂട്ടം, അവരുടെ ഫാമിലി, അതൊക്കെ കാണാൻ തന്നെ നല്ലൊരു രസമാണ് അല്ലെ. നമ്മുടെ ഇവിടെയുള്ള കാര്യമല്ല പറയുന്നത്, കാട്ടിന്റെ ഉള്ളിലുള്ള കഥയായിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ അതില് നമ്മുടെ ഈ ഒരു ലേഖകൻ പോകുന്ന സമയത്ത് നമ്മുടെ ഇവിടെ വെച്ചിട്ട്, നമ്മുടെ ആ ഒരു ബോർഡറിൽ വെച്ചിട്ട് എന്താണ് ഒരു സംഭവം കാണുകയാണ്. എന്തായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്ന? ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സംഭവമാണ് കണ്ടത്. ഒന്നുമില്ല, ഒരു അമ്മയാനയും കുട്ടിയും കൂടി ചെയ്യുന്ന ഓരോ പരിപാടികളായിരുന്നു അല്ലെ. അമ്മയാനും പിന്നെ 2 മക്കളും ഉണ്ട്. ഈ 2 മക്കളും കൂടി എന്ത് ചെയ്യാണ്, നമ്മുടെ റോഡ് ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റോഡ് ക്രോസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ അമ്മയാനും പിന്നെ കുറച്ച് വലുപ്പമുള്ള ആനയും എന്ത് ചെയ്തു, നമ്മുടെ നമുക്ക് പറയാം ഒരു ചേട്ടനാന എന്ന് പറയും അല്ലെ. ചേട്ടനാനയും അമ്മയാനയും പിന്നെ ഒരു കുട്ടിയാനയും. ഈ ചേട്ടയാനയും നമ്മുടെ അമ്മയാനയും എന്ത് ചെയ്തു, വേഗം റോഡൊക്കെ ക്രോസ് ചെയ്തു. ഇവിടെ ഒരു ഡിവൈഡർ പോലത്തെ ഒരു സാധനം ഉണ്ട്, അതങ്ങ് ക്രോസ് ചെയ്തു. പക്ഷെ നമ്മുടെ കുട്ടിയാനയ്ക്ക് ഉണ്ടല്ലോടാ, അത് ക്രോസ് ചെയ്യാൻ പറ്റണില്ല. അവനെ നോക്കിക്കേ, അത് എന്തൊരു കുഞ്ഞനാ നോക്കിക്കേ, നല്ല കുഞ്ഞനാ, അത് അതിന്റെ അത്രയേ ഉള്ളൂ അല്ലെ. അപ്പൊ അവനത് ക്രോസ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം അവൻ ക്രോസ് ചെയ്യാൻ പറ്റാതെ ഇങ്ങനെ കളിക്കും. എന്നിട്ട് എന്ത് ചെയ്തു, നമ്മുടെ അമ്മയാന വന്നിട്ട് അവനെ ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് അത് കടക്കാൻ വേണ്ടി സഹായിക്കുന്നു അല്ലെ. തുമ്പിക്കൈയൊക്കെ എടുത്ത് അങ്ങ് തള്ളിയെടുക്കുന്ന ആ ഒരു സംഭവമായിരുന്നു നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതിന്റെ ഒരു വിവരണമായിരുന്നു നമുക്ക് ഹാത്തിയോം കി റഹ് ഗുസർ എന്ന് പറയുന്ന പാഠത്തിൽ ഫുള്ള് പഠിക്കാനുണ്ടായത്. ഇത് ശരിക്കും നടന്നിട്ടുള്ള ഒരു സംഭവമാണ്. ഇതാണ് അതിന്റെ റിയൽ പിക്ചേഴ്സ് കേട്ടോ. റിയൽ ആയിട്ട് നടന്ന ആ സംഭവമാണ്, പിക്ചറാണ് ഇത് കണ്ടിട്ടുള്ളത് കേട്ടോ. അപ്പം അത് കഴിഞ്ഞിട്ട് ആ ഒരു പാഠഭാഗത്തിൽ നിന്നും നമുക്ക് എന്തൊക്കെ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ, നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് മക്കൾ കണ്ടിട്ടുണ്ടാവും. പക്ഷേ മിസ് ഇന്ന് പറയാൻ പോകുന്നത് നമ്മുടെ കഴിഞ്ഞ എക്സാമിന് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അങ്ങനെ എക്സാം ഓറിയന്റഡ് ആയിട്ടാണ് ഇനി നിങ്ങൾ പഠിച്ചു തുടങ്ങേണ്ടത്. അതായത് എന്ത് ചെയ്തു എന്നറിയോ, നിങ്ങൾക്ക് കുറച്ച് പിക്ചേഴ്സ് തന്നു. അതായത് നമ്മുടെ ഈ ഒരു ആനക്കൂട്ടങ്ങൾ എന്താണ് ക്രോസ് ചെയ്യുന്നതും പിന്നെ ക്രോസ് ചെയ്യാൻ വേണ്ടി പറ്റാത്തതും തുമ്പിക്കൈ പിടിച്ചിട്ട് നമ്മുടെ ആനക്കുട്ടീനെ ക്രോസ് ചെയ്യിപ്പിക്കുന്നതും ആയിട്ടുള്ള കുറച്ച് ഭാഗങ്ങൾ തന്നു. എന്നിട്ട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ മക്കൾ നോക്കണേ. ഇതാണ് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ, നോക്കുക. ചിത്രോं के आधार पर वाक्यों को क्रमबद्ध करें എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ചിത്രോं के आधार पर, ചിത്രങ്ങളുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾ വാക്യങ്ങൾ എന്ത് ചെയ്യണം, ക്രമബദ്ധ करके लिखे. ക്രമബദ്ധ करना മീൻസ് എന്താണ്, ഓർഡർ ആക്കി എഴുതുന്നതിനാണ് പറയുന്നത് അല്ലെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം ഒന്ന് ജസ്റ്റ് ഒന്ന് ഇത് വായിച്ചു നോക്കാം അല്ലെ. छोटा बच्चा डिवाइडर पार करने में असमर्थ हो गया. കുട്ടി, അതായത് നമ്മുടെ ആ കുട്ടിയാന അല്ലെ, കുട്ടിയാന ഡിവൈഡർ പാർ കർണേമേ, ഡിവൈഡർ ക്രോസ് ചെയ്യുന്നതിൽ നിന്നും എന്തായിപ്പോയി, അസമർത്ത് ഹോത്താ ഹേ, അവന് ക്രോസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരികയാണ്. ഓക്കെ, അതൊരു ഭാഗം. പിന്നെന്താണ്, അതാണോ ആദ്യം വന്നിട്ടുണ്ടായിരുന്നത്? ആദ്യം നമ്മൾ കാണുന്ന അതാണോ? അല്ല, നമ്മള് മൂന്നാമതാണ് അത് കാണുന്നത് അല്ലെ. അപ്പൊ അതല്ല, ഒന്നാമത്തെ ഭാഗം ഇതൊന്നും അല്ല. ഒന്നാമത്തെ അമ്മയും മക്കളും കൂടി ക്രോസ് ചെയ്യുന്നതാണ് നമുക്ക് വേണ്ടത് അല്ലെ. ഇനി നോക്ക്, ഹത്തിനി और उसका बड़ा बच्चा आसानी से डिवाइडर पार करते हैं. നോക്ക, ഹത്തിനി അമ്മയാനെയും പിന്നെന്താണ് ഉസ്കാ ബഡാ ബച്ച അവരുടെ വലിയ കുട്ടിയും അല്ലെ. അമ്മയാനെയും വലിയ കുട്ടിയും എന്ത് ചെയ്തു, ആസാനീസെ വളരെ എളുപ്പമായിട്ട് അല്ലെ, വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്തു, ഡിവൈഡർ ക്രോസ് ചെയ്തു. അപ്പൊ ആ ഭാഗം എവിടെ വരുന്നത്? രണ്ടാമത്തെ ഭാഗത്താണ് വരുന്നത്. അപ്പൊ അതും അല്ല ഫസ്റ്റ് വരുന്നത്. അപ്പൊ എന്തായിരിക്കും നോക്കുക, ഹത്തിനി അപ്പനെ ദോനോ ബച്ചോ കെ സാത്ത് സടക് പാർ കർ രഹി ഹേ. ഹത്തിനി അമ്മയാന തന്റെ 2 കുട്ടികളെയും കൊണ്ടിട്ട് സടക് പാർ കർ രഹി ഹേ അല്ലെ. സടക്ക് റോഡ് മുറിച്ച് കിടക്കുന്നതാണ് കാണിക്കുന്നത് അല്ലെ. ഓക്കെ, അപ്പൊ അതാണ് നമ്മുടെ ഒന്നാമത്തെ കാര്യം. മിസ് എന്ത് ചെയ്യാന്നറിയോ, ഇവിടെ ഒന്ന് നമ്പർ ഇട്ടേക്കാം. എന്നിട്ട് എന്ത് ചെയ്യാം, ഇവിടെ ഓർഡറിൽ എഴുതാം, ഇപ്പുറത്തെ സൈഡിൽ ഓർഡറിലാക്കി എഴുതാം. അപ്പൊ ആദ്യം വരുന്നത് എന്താണ്, നമ്മുടെ മൂന്നാമത്തെ സെന്റൻസ് ആണ് ആദ്യം വരുന്നത്. മൂന്നാമത്തെ സെന്റൻസ് ആണ് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നോക്കിക്കേ, അടുത്തത് ഏതായിരിക്കും വരുന്നുണ്ടാവാ? അടുത്തതിൽ നമ്മൾ കാണുന്നത് നമ്മുടെ അമ്മയാനെയും നമ്മുടെ അമ്മയാനെയും പിന്നെ വലിയ കുട്ടിയും കൂടി വളരെ ഈസി ആയിട്ട് ക്രോസ് ചെയ്യുന്നതാണ് അല്ലെ. ഈസി ആയിട്ട് ക്രോസ് ചെയ്യുന്ന കാര്യം എവിടെയാ പറയുന്നത്? ഇവിടെയാണ്. അപ്പൊ രണ്ടാമത്തെ സെന്റൻസ് ആണ് അടുത്ത നമ്മൾ എഴുതി കൊടുക്കേണ്ടത്. മക്കൾ ഓർഡർ ആക്കിയിട്ട് നമ്മുടെ ആൻസർ ഷീറ്റിലോട്ട് എഴുതണം കേട്ടോ ഇത്. ഓക്കെ, ഇനി എന്താണ് അടുത്തത് നോക്കിക്കേ.
അടുത്തത് നമ്മുടെ പിക്ചറിൽ എന്താ കാണിച്ചേക്കുന്നത്? നമ്മുടെ കുട്ടി ആനയ്ക്ക് ക്രോസ് ചെയ്യാൻ പറ്റാതെ അവൻ നിൽക്കുന്നതാണ് കാണിക്കുന്നത് അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? അതാണ് എഴുതേണ്ടത്. കുട്ടി ആനയ്ക്ക് ക്രോസ് ചെയ്യാൻ പറ്റാതെ നിൽക്കുന്ന ഏതാണ്? ചോട്ടാ ബച്ച ഡിവൈഡർ പാർ കർനെ മേ അസമത്ത് ഹോത്താ ഹെ അല്ലെ. അതാണ് നമുക്ക് എഴുതേണ്ടത്. ചോട്ട കുട്ടിക്ക്, അതായത് കുട്ടി ആനയ്ക്ക് എന്താണ്? ഡിവൈഡർ ക്രോസ് ചെയ്യാൻ വേണ്ടി പറ്റാതെ അവൻ നിൽക്കുന്നത് അല്ലെ, അത് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ നിൽക്കുന്നതാണ്. അപ്പം ഒന്നാമത്തെ സെന്റൻസ് ആണ് അടുത്തത് നമ്മൾ എടുത്തെഴുതേണ്ടത്. പിന്നെ ലാസ്റ്റ് സെന്റൻസ് എന്താണ്? അമ്മയാന അവനെ സഹായിക്കുന്നതാണ് അല്ലെ. അപ്പൊ നോക്കിക്കേ, ഹത്തിനി ഡിവൈഡർ പാർ കർനെ മേ ചോട്ടെ ബച്ചേക്കോ സഹായത കർത്തെ ഹെ. നോക്ക, ഡിവൈഡർ ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കുഞ്ഞു മോൻ എന്ത് ചെയ്യാണ്? കുട്ടിയാനെ എന്ത് ചെയ്യാണ്? സഹായത കരുത്തി അല്ലെ, ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പൊ ലാസ്റ്റത്തതാണ് നമ്മുടെ എന്ത് ശരിയായിട്ടുള്ള സെന്റൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഓർഡറിൽ വേണം മക്കൾ ആൻസർ ഷീറ്റിലോട്ട് എടുത്ത് എഴുതാൻ വേണ്ടിയിട്ട്. സിമ്പിൾ ആണ് ഇത് എഴുതാൻ വേണ്ടിയിട്ട് അല്ലെ. ഇനി നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യനും കൂടി നമുക്ക് ആനുവൽ എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നോക്കാം, യഹാ ബച്ചേക്ക് പ്രതി ഹത്തിനി കാ കോൺ സാ മനോഭാവ പ്രകട് ഹോത്താ ഹെ. എന്താ ചോദിച്ചിട്ടുള്ളത്? ഇവിടെ ബച്ചേക്ക് പ്രതി, ഈ കുട്ടിയോട് നമ്മുടെ ഹത്തിനിയുടെ, ആനക്കുട്ടിയുടെ, ഓക്കെ ആനക്കുട്ടിയുടെ അല്ല ആനയമ്മയുടെ, ഹത്തിനി മീൻസ് ആനയമ്മയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് അല്ലെ. ആനയമ്മയുടെ കോൺസാ മനോഭാവം, എന്ത് തരത്തിലുള്ള മനോഭാവമാണ്, എന്ത് തരത്തിലുള്ള ആ ഒരു മനോഭാവമാണ് പ്രകടമാകുന്നത്? സ്നേഹമാണോ, സങ്കടമാണോ, അല്ലെങ്കിൽ ഇനി വേറെ ദേഷ്യമാണോ? എന്ത് തരത്തിലുള്ള മനോഭാവം? മനോഭാവം എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലെ, ഇമോഷനാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പൊ ഓപ്ഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്. നോക്കുക, ഉത്സാഹക്ക, ഇൻട്രസ്റ്റിന്റെ, പ്യാറുക്ക സ്നേഹത്തിന്റെ, ഖുഷിക്ക സന്തോഷത്തിന്റെ, ആശാക്കി ഏതായിരിക്കും കറക്റ്റ് ആൻസർ? അമ്മയ്ക്ക് കുട്ടിയോടുള്ള സ്നേഹമല്ലേ ഇവിടെ കാണിക്കുന്നത്. അപ്പൊ നമ്മുടെ കറക്റ്റ് ആൻസർ എന്തായിരിക്കും മക്കളെ? പ്യാറുക്ക. ഇതല്ലേ നമ്മുടെ കറക്റ്റ് ആൻസർ വരാ? ഇതാണ് പ്യാറുക്ക എന്നുള്ളതാണ് നമ്മുടെ കറക്റ്റ് ആൻസർ. സ്നേഹത്തിന്റെ ആണ് കാണിക്കുന്നത് അല്ലെ. അമ്മയ്ക്ക് സ്നേഹം ഉള്ളതുകൊണ്ടാണ് കുട്ടീനെ എന്താ സടക്ക് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഈ ഡിവൈഡർ ക്രോസ് ചെയ്യാൻ വേണ്ടി നമ്മൾ സഹായിച്ചത് അല്ലെ. അപ്പൊ അതാണ് നമ്മുടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ മക്കൾ എഴുതുമെന്ന് വിചാരിക്കുകയാണ്. ഇത് നമ്മുടെ ഇമ്പോർട്ടൻസ് ആയിട്ട് പഠിച്ചു വെച്ചോളാം. ഇതേപോലെ തന്നെ എന്താണ് നമുക്ക് ചിലപ്പോൾ റിപ്പീറ്റ് അടിച്ച് ചോദിക്കും. ചിലപ്പോൾ ഈ പിക്ചർ തന്നിട്ട് നിങ്ങളോട് എന്താണ് പിക്ചറിന്റെ രീതിയിൽ തന്നെ എഴുതാൻ വേണ്ടിയിട്ട് അടിയിലുള്ള സെന്റൻസ് എടുത്ത് എഴുതാൻ വേണ്ടിയിട്ടും ചോദിക്കും. ഓർഡറിൽ എഴുതാൻ വേണ്ടിയിട്ടല്ല, വേറെ രീതിയിലും ചോദിക്കും. ചിലപ്പോൾ സഹി പ്രസ്താവ് ചുൻകറിലേക്ക് ശരിയായിട്ടുള്ള ആൻസർ എടുത്ത് എഴുതാനും ചോദിക്കും. അങ്ങനെയൊക്കെ ഇത് ചോദിക്കാൻ വേണ്ടി ചാൻസ് ഉണ്ട്. എങ്ങനെ ചോദിച്ചാലും എൻ്റെ മക്കൾ എന്ത് ചെയ്യണം? നിർബന്ധമായിട്ടും ഇത് എഴുതണം. ഈ പാഠം വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇതേപോലുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളായിട്ട് മിസ് ഇനിയും വരുന്നതായിരിക്കും. ടാറ്റാ, ബൈ ബൈ.